സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് സദസ്സിലേക്ക് വന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഉടൻ തന്നെ നമ്മുടെ ചടങ്ങ് ആരംഭിക്കുന്നതാണ്. എല്ലാവരും സദസ്സിലേക്ക് വന്നിരിക്കും പ്ലീസ്. നമ്മുടെ സൗദി നഗർ റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച കിഡ്നി രോഗ നിർണയ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. ചടങ്ങിലേക്ക് സദസ്സിലേക്ക് എല്ലാവരും വന്നിരിക്കണമെന്ന്, അവിടെ ബാക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ സദസ്സിലേക്ക് വന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അസോസിയേഷന്റെ സെക്രട്ടറി റഫീഖിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. സൗദി നഗർ റെസിഡൻസ് അസോസിയേഷനും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ആപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കിഡ്നി രോഗനിർണയ ക്യാമ്പിലേക്കാണ് നമ്മൾ ഇവിടെ സന്നിധരായിരിക്കുന്നത്. നമ്മളുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൻസീറ ടീച്ചറാണ്. അദ്ദേഹത്തെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ സെക്ഷൻ അവലോകനം ചെയ്യുന്നത് ഡോക്ടർ നബീലിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ വേദിയിൽ ആശംസ അറിയിക്കുന്ന നമ്മൾ വേങ്ങര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK സലീമിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ കിഡ്നി രോഗനിർണയ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ രായ്കുട്ടി കാക്കാനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ മീരായി സാഹിബ്, നമ്മുടെ സൗദി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കമറുദ്ദീൻ വടക്കനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷന്റെ മുതിർന്ന കാരണവന്മാർ മുഹമ്മദ് കാർപ്പേട്ടി, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഇത്രയും ആവേശകരമായി നമ്മളിവിടെ മുന്നിലെത്തിയ എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത പ്രോഗ്രാമിലേക്കുള്ള അധ്യക്ഷ പദവിയിലേക്ക് നമ്മുടെ പ്രസിഡന്റ് ഷറഫുദ്ദീൻ വടക്കിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേദിയിലിരിക്കുന്ന നമ്മുടെ ഉദ്ഘാടകൻ ബെൻസീറ ടീച്ചർക്കും അതുപോലെ നമ്മളെ പ്രിയങ്കരനായ നമ്മുടെ മെമ്പർ AK സലീം അവർക്കും അതുപോലെ തന്നെ മറ്റ് അംഗങ്ങൾക്കും അതുപോലെ നമ്മളെ നല്ലവരായ നാട്ടുകാർക്കും ഞാൻ ഒരു സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു പരിപാടിയാണ് ഈ കിഡ്നി നിർണയ രോഗ ക്യാമ്പ്. അതിന്
ഒരുപാട് പേര് നമുക്ക് നിലവിൽ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് നാം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ പരിപാടി ആദ്യ പരിപാടി എന്ന നിലയിൽ തന്നെ വളരെയധികം വിജയമാക്കി തന്ന നമ്മളെ ഈ അംഗങ്ങൾക്ക് ഒരു വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മൾ ഒരു ചെറിയൊരു അഭിപ്രായത്തിൽ തുടങ്ങിയ ഒരു അസോസിയേഷനാണ് ഇത് ഇത്രയും ഒരു വലിയൊരു സംഭവമാക്കി തന്നെ തുടർന്നും നമ്മുടെ ഇതുപോലത്തുള്ള പരിപാടികൾ വളരെ ഗംഭീരമാക്കി തന്നെ മുന്നോട്ട് പോകാൻ നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അധികൃതരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുകയാണ്. ഏതായാലും നമ്മൾ ഈ പരിപാടി വളരെ ഭംഗിയാക്കി തന്ന് സഹകരിക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാണ്. അതുപോലെ തന്നെ ഈ പരിപാടി കഴിയുന്നതിനെ എല്ലാവരും ഇവിടെ തന്നെ സന്നിഹിതമാണെന്ന് അറിയിക്കുകയാണ്. നമ്മൾ ഉദ്ഘാടക സെക്ഷൻ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ബെൻസില ടീച്ചറെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ സൗദി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് സറഫുദ്ദീൻ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ സെക്രട്ടറി റഫീഖ്, ഡോക്ടർ നബീര്, നമ്മുടെ വേങ്ങര പഞ്ചായത്തിന്റെ ചെയർമാൻ AK സലീം, റാഹിംകുട്ടി, മീരാൻ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സൗദി നഗർ റെസിഡൻസ് സംഘടിപ്പിച്ച കിഡ്നി രോഗനിർണയ ക്യാമ്പിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാവരും. നല്ലൊരു പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ്. കാരണം ചോദിച്ചാൽ കിഡ്നി രോഗനിർണയത്തിന് നിങ്ങളൊക്കെ എത്തിയതാണോ എനിക്കറിയില്ല, അതിന്റെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതാണോന്ന് അതും അറിയില്ല. ഏതായാലും വന്നവരൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് എന്തായാലും നല്ലതാണ്. കാരണം ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞതിന് നമുക്കറിയാം, വയസ്സോ നോക്കിയിട്ടല്ല അസുഖം വരുന്നത്. കാരണം ആർക്കും ഉണ്ട്. ഇപ്പൊ BP ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എനിക്കും ഉണ്ട് കേട്ടോ, 3 ഒന്നിനൊരു കുറവില്ല. പക്ഷെ എന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഞാൻ നന്നായിട്ട് ബിരിയാണി കഴിക്കും, കൊളസ്ട്രോൾ നല്ലോണുണ്ട്. എന്നോട് പറയാറുണ്ട് ഡോക്ടറെ, ഒരു ഭാഗത്ത് കിടന്ന് ആരും നോക്കാണ്ടാവില്ല കേട്ടോ. സത്യം തന്നെയാണ്. ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ വരും. ഇന്നത്തെ കാലം അതാണ്. ആരെ പറഞ്ഞിട്ട് കുറ്റം പറയാൻ പറ്റുന്ന കാലമല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്താണ് ഭക്ഷണക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു ശ്രദ്ധയില്ല എന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. കഴിക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കഴിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക്. ഏതായാലും ആർക്കൊരു അസുഖം വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അസുഖം വരുന്നവർക്ക് നമുക്കറിയാം കിടപ്പാടം വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് വരാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ കഴിയുന്നിടത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒന്ന് പരിശോധന നടത്തിയാൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അതിന് നമ്മൾക്ക് സഹായത്തിന് കുറേ ഇന്നത്തെ കാലത്ത് ഇതുപോലെ നമ്മുടെ മെമ്പർമാരൊക്കെ, പഞ്ചായത്ത് മെമ്പർമാർ പൊതുവെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നല്ലൊരു പങ്കാളിത്തം വഹിക്കുന്നവരാണ്. നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ബ്ലോക്കിൽ നിന്നായിക്കോട്ടെ, ജില്ലയിൽ നിന്നായിക്കോട്ടെ, പഞ്ചായത്തിൽ നിന്നായിക്കോട്ടെ, ബാക്കിയുള്ള സംഘടനകൾ വഴികളായിക്കോട്ടെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മുടെ മുൻപന്തി നമ്മുടെ മെമ്പർമാരുണ്ട്, ഇതുപോലെ അസോസിയേഷന്റെ പ്രസിഡന്റുമാരും ഭാരവാഹികളൊക്കെ ഉണ്ട്. ചെയ്യാൻ താല്പര്യം, നമുക്ക് ഇങ്ങനത്തെ ഒരു അസുഖമൊക്കെ വരുമെന്ന് നോക്കുന്നതിന് വേണ്ടി നമ്മോട് കൂടി നിന്ന് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുമുണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമോ, ഇപ്പൊ അത് പോയി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഉണ്ടെങ്കിലോ അതൊരു ബേജാറാണ്. ഉണ്ടാവോ അപ്പൊ പോവാതിരിക്കുന്നല്ലേ, വരുമ്പോ വരട്ടെ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് നമ്മളെ കൂട്ടത്തില്. അങ്ങനെ വിചാരിക്കരുത്. എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാറുണ്ട്. നാളെ മതി ഞാൻ പരിശോധിച്ചിട്ട് ലിവർ ഫാറ്റ് ഉണ്ട്, നല്ലോണം ഉണ്ട്. അപ്പൊ എന്നെ പേടിപ്പിച്ചു. കാരണം എന്റെ ഉപ്പാക്ക് ലിവർ സിറോസിസ് എന്ന് മരിച്ചതാണ്. അത് പാരമ്പര്യമാണ്. അത് നമ്മുടെ CHS നസ്രുദ്ദീൻ ഡോക്ടറെ അപ്പൊ എന്നോട് പറഞ്ഞ് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്കാൻ ചെയ്തു. കോട്ടക്കൽ പോയി കണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതാ പറഞ്ഞു, നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞിടത്തോളം ആളുകളെ ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുപ്പിക്കുക. സാധാരണ നമ്മൾ 100 പേർക്കൊക്കെയാണ് ടോക്കൺ കൊടുക്കാറുള്ളത്. ഇത് 150 പേർക്ക് കൊടുത്തു. ഞാൻ കണ്ണമംഗലത്ത് പോയപ്പോൾ 100 പേർക്കാണ് കൊടുത്തത്. നമുക്ക് കഴിഞ്ഞിടത്തോളം പേരെ പങ്കെടുപ്പിക്കുക, അവരൊന്ന് പരിശോധിക്കുക. എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ ദുനിയാവിൽ നമുക്ക് ആഗ്രഹത്തൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
അതിന് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങളെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഈ മഹത്തായ ചടങ്ങിന്റെ ഉദ്ഘാടനം. അടുത്തതായി നമ്മുടെ അവലോകനം നടത്തുന്നതിന് നമ്മളെ നബീൽ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡാൻസിയ ടീച്ചർ, വേങ്ങര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീം സാഹിബ്, അതുപോലെ തന്നെ ഇതിൻ്റെ യുവ അധ്യക്ഷൻ ഷറഫുദ്ദീൻ, നമ്മുടെ കാരണവർ മുഹമ്മദ്, ഈ നാട്ടുകാരെ, അതുപോലെ തന്നെ ശിയാബ്ദങ്ങൾ ഡയാലിസ് സെൻ്റർ അധികൃതർ, സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ ഇവിടെ നമ്മുടെ ആദരണീയരായ ബ്ലോക്ക് പ്രസിഡന്റ് പറയുകയുണ്ടായി ഇതിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കിഡ്നി അസുഖവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ കിഡ്നി ബന്ധപ്പെട്ട രോഗമുള്ള ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. അതിൽ തന്നെ പണ്ടൊക്കെ ഒരുപക്ഷെ 50 വയസ്സിന് മുകളിൽ പോകുമ്പോഴൊക്കെയാണ് കിഡ്നിയും ക്രിയാറ്റിൻ ചെക്ക് ചെയ്യലും ഈ ക്രിയാറ്റിൻ എന്ന വാക്ക് തന്നെ കേൾക്കുന്നതും ആൽബമിൻ കേൾക്കുന്നതൊക്കെ. ഇന്നിപ്പോൾ 30 വയസ്സ് മുതൽ 45 വയസ്സിന് ഇടയിലുള്ള ചെറുപ്പക്കാർക്കാണ് ഈ അസുഖം ഏറ്റവും കൂടുതൽ കാണുന്നത്. അതും നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമുക്ക് തന്നെ അറിയാം, ഇത് വളരെ ഒരു എക്സ്പെൻസീവ് ചികിത്സാ രീതിയാണ് ഈ കിഡ്നിയുമായി അസുഖങ്ങൾ വന്നാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ അസുഖം വരാതിരിക്കാൻ, വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന ഒരു മുൻകരുതൽ, അതാണ് നാം ഓരോരുത്തരും ഇതിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ്, അതും അതിൻ്റെ പ്രഥമ ക്യാമ്പ് തന്നെ ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ടൊരു ക്യാമ്പ്, അതുമായി സഹകരിക്കാൻ തയ്യാറായ കൊണ്ടോട്ടി ശിഹാബ് ചാരിറ്റബിൾ ഡയാലിസ് സെന്ററുമായിട്ടുള്ള കടപ്പാട്, അവരോടുള്ള ഇതും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കിഡ്നി രോഗങ്ങൾ ഇത് മെയിനായിട്ട് 5 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. 1ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് 2ാമത്തെ സ്റ്റേജിന്റെ അവസാന ഘട്ടത്തിലാണ് ക്രിയാറ്റിന്റെ അളവ് ശരീരത്തിൽ കൂടി വരുന്ന കാണുന്നത്. ഈ ക്രിയാറ്റിന്റെ അളവ് കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ടെൻഷനാവുന്നതും ഡോക്ടറെയും ഹോസ്പിറ്റലിൽ പോകുന്നതും മറ്റുമൊക്കെ. പക്ഷെ ആ ക്രിയാറ്റിന്റെ അളവ് കൂടാതെ എങ്ങനെ അതിനെ പിടിച്ചു നിർത്താം, അതിനെ നമ്മൾ മെയിനായിട്ട് നമ്മളെ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ, ഡയബറ്റിക്, ഇതെല്ലാം കൊളസ്ട്രോൾ, ഇതെല്ലാം ഇത് നമ്മളെ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുകയും അതിന് റെഗുലറായിട്ടുള്ള ഒരു ചികിത്സ സ്വീകരിക്കുകയും ചെയ്താൽ ഒരു അളവോളം ഈ കിഡ്നിയെ ബാധിക്കുന്നത് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. നമ്മളിൽ പലരും ഷുഗറിന് മരുന്ന് മര്യാദ കഴിക്കില്ല, പ്രഷറിന് കഴിക്കില്ല, അഥവാ മറ്റൊരു തെറ്റായ ധാരണ ഈ ഷുഗറും പ്രഷറും കുറച്ചൊന്ന് നോർമലായി കഴിഞ്ഞാൽ നമ്മൾ ഗുളികനെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യും. അത് ഏറ്റവും വലിയ ഒരു മണ്ടത്തരാണ്. ഒരിക്കലും ആ ഷുഗർ രോഗിയോ അല്ലെങ്കിൽ പ്രഷർ രോഗിയോ ഒരിക്കലും പൂർണ്ണമായും അതിന്റെ മരുന്ന് അതിന്റെ ലെവൽ കുറഞ്ഞാൽ പോലും നിർത്തരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മളെയൊക്കെ ബാധിക്കാത്തൊരു കാര്യമാണ് സമയത്ത് ഭക്ഷണം കഴിക്കുക. നമ്മൾ പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 10 മണിയായിരിക്കും, ഉച്ചയ്ക്ക് ലഞ്ച് 2:30-3 മണി, രാത്രി 11 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു. ഇപ്പൊ നമ്മൾ ഉറക്കും, ഒരു ദിവസം തന്നെ ഉറങ്ങും, ആ ദിവസം തന്നെ നീക്കും എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് രാത്രി 12 മണിക്ക് ശേഷം നമ്മൾ ഉറങ്ങുന്നുള്ളൂ, പിറ്റേന്ന് രാവിലെ 6 മണിക്ക് നീക്കുന്നുള്ളൂ. പണ്ടൊക്കെ നമ്മൾ 9 മണിക്ക് ഉറങ്ങുമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയിലും ജീവിത രീതിയിലൊക്കെ മാറ്റങ്ങൾ വന്ന് എല്ലാവരുടെയും ഷുഗറും പ്രഷറും ഒക്കെ കൂടി ഇപ്പോൾ അത് കിഡ്നിയിലേക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ കിഡ്നി ചികിത്സ നമുക്കറിയാം, ഒരു ഹാർട്ട് പേഷ്യന്റ് ഒരു ബൈപ്പാസോ ആൻജിയോപ്ലാസ്റ്റോ ചെയ്താൽ പോലും അതിന് എക്സ്പെൻസും വളരെ ഒരു പരിമിതമായ രൂപത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം അവര് അസുഖം കൂടി ഡയാലിസിലേക്ക് പോയി അവസാനം ആ ഡയാലിസിസ് ചെയ്ത് അതിന്റെ സാമ്പത്തിക വശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആഴ്ചയിൽ 3-4 ഡയാലിസിസ് ഉണ്ടാവും. അതും കഴിഞ്ഞ് അത് എഫക്ട് ചെയ്യാണ്ട് പിന്നീട് കിഡ്നി മാറ്റിവെക്കാം എന്ന് ഡോക്ടർ പറയും. അതിന്റെ ചെലവും ഞാൻ പറയേണ്ടതില്ല. പക്ഷേ ഈ ഡയാലിസിസോട് കൂടി തന്നെ ആ രോഗി മാത്രമല്ല, പക്ഷെ ആ കുടുംബം തന്നെ സാമ്പത്തികമായിട്ടും പല നിലക്കും ക്ഷീണിച്ചു പോകുന്നു. അപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചികിത്സകൾ മാത്രമേ കിഡ്നിക്ക് അവൈലബിൾ ഉള്ളൂ അതിന്റെ സീവിയർ സ്റ്റേജിൽ. അപ്പൊ അതിലേക്ക് പോവാതെ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ സൗദി നഗർ റെസിഡൻസ് അസോസിയേഷൻ മറ്റ് സാധാരണ നടത്തുന്ന ക്യാമ്പുകളും മറ്റുള്ള യൂഷ്വൽ ട്രെൻഡ് ഒഴിവാക്കിക്കൊണ്ട് ഇത്ര ഒരു സെറ്റപ്പിലും വളരെ സൗകര്യപ്രദമായും വളരെ വിപുലമായും ഈ ഒരു ക്യാമ്പ് ഇവിടെ നടത്താൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ആളുകൾ
നമ്മുടെ ഇവിടുത്തെ മുതിർന്ന കാരണവരും ഇതിലെ ആളും രക്ഷാധികാരികളും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീമും ഇവിടെയുള്ള സി ടി മൊയ്തീൻ അതുപോലെ തന്നെ മുത്തലേക്ക മമലേക്ക ഇങ്ങനത്തെ മീരാൻ സാഹിബ് ഇവരെല്ലാവരും ഇതിന് വളണ്ടിയേഴ്സും ഇത്ര ജാഗരൂകരായിട്ട് ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇനി നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഇവിടെ വന്ന എല്ലാ ആളുകളും ഒരു 6-7 കൗണ്ടറുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ 6-7 കൗണ്ടറിലൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കടന്നു പോവുക. അതായത് 1ാം കൗണ്ടറിൽ നമ്മുടെ ഒരു പേര് രജിസ്റ്റർ ചെയ്യുക. അവിടുന്ന് നിങ്ങൾക്കൊരു ടോക്കൺ തരും. ആ ടോക്കണും ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും. ആ ഫോം കൈ പിടിക്കുക. അത് 2ാം കൗണ്ടറിലേക്ക് പോവുക. 2ാം കൗണ്ടറിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഈ ഫോം ടോക്കണും കൊണ്ട് 1, 2, 3, 4, 5, 6 ആ നമ്പർ അവിടെ എഴുതിയിട്ട് ആ ഓർഡറിൽ പോയാൽ മതി. ബാക്കി എല്ലാ നിർദ്ദേശങ്ങളും അവർ പറഞ്ഞുതരും. എന്നാലും 2ാം കൗണ്ടറിൽ ഈ ഫോമിൽ നിങ്ങൾ ചോദ്യാവലി ഉണ്ടാവും. നിങ്ങളോട് ചില അറിയുന്ന ചോദ്യങ്ങൾ, അതായത് ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ എന്നൊക്കെ അത് ഉത്തരം കൊടുത്താൽ മതി. 3ാമത്തെ കൗണ്ടറിൽ പിന്നീട് നിങ്ങൾ ഇതിന്റെ നമ്മുടെ ഹൈറ്റും നമ്മുടെ വെയിറ്റും പരിശോധിക്കുന്ന ഒരു കൗണ്ടറാണ്. അതിനവിടെ ആളുകളുണ്ട്. അത് വെയിറ്റും അത് അതിൽ ആ പേപ്പറിൽ എഴുതിക്കോളും. 4ാമത്തെ കൗണ്ടറിൽ പിന്നെ BP ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. പിന്നീട് നമ്മൾ 5ാമത്തെ കൗണ്ടറിൽ നമ്മുടെ ഈ കിഡ്നിയുടെ പ്രാഥമിക ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ യൂറിനാണ്, മൂത്രം ശേഖരിക്കുന്നത്. ആ യൂറിൻ മൂത്രം കളക്ട് ചെയ്യാൻ അവിടുന്ന് ഒരു ബോട്ടിൽ തരും. ആ ബോട്ടിൽ നിങ്ങൾ ഓരോരുത്തരും കൈവശം വെച്ചിട്ട് നമ്മൾ യൂറിൻ കളക്ട് ചെയ്യണം. യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് അതിന്റെ സുധിയാക്കാന്റെ വീടിന്റെ സൈഡിൽ ബാത്റൂം ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുരുഷന്മാർക്ക് വേണമെങ്കിൽ നമ്മുടെ പള്ളിയിലെ ബാത്റൂമും ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് യൂറിൻ ആ സാമ്പിൾ ബോട്ടിൽ കളക്ട് ചെയ്തിട്ട് യൂറിൻ തിരിച്ചേൽപ്പിക്കുക. അതുവരെ ആ 5ാമത്തെ കൗണ്ടർ വരെ ഈ ടോക്കണും ഈ ഫോം തന്ന ഫോമും എല്ലാവരും സൂക്ഷിക്കണം. എവിടെയും വെച്ച് മറന്നു പോകരുത്. ആ ടോക്കൺ നമ്പറും ആ ഫോമിലുള്ള നമ്പറുമായിരിക്കും നമ്മുടെ യൂറിൻ സാമ്പിളുമിൽ എഴുതി വെക്കുക. അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട്, അതേ നമ്പറിൽ റിസൾട്ട് കിട്ടും. ആ സാമ്പിൾ അവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇവിടെ ഉള്ള കസേര വന്ന് ഈ സ്ക്രീനിൽ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് നിൽക്കുന്ന ഒരു കിഡ്നി ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. ഓരോ കിഡ്നിയുടെ എങ്ങനെ രോഗം കണ്ടെത്താം, അതിനെന്തൊക്കെ ചെയ്യണം, അതിനെങ്ങനെ തടയാം, വന്നാൽ എങ്ങനെ ചികിത്സിക്കാം, അതിന്റെ വിശദമായ വിവരങ്ങൾ വളരെ സംക്ഷിപ്തമായി ലളിതമായ രൂപത്തിൽ ഈ നമ്മുടെ പ്രിയങ്കരമായ ഡയാലിസിസ് സെന്റർ അറേഞ്ച് ചെയ്ത് ഈ സ്ക്രീനിൽ കാണിക്കും. അപ്പൊ അവിടെ സാമ്പിൾ കൊടുത്ത് 5ാം കൗണ്ടർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ മുന്നിൽ വന്നിരിക്കുക. നിർബന്ധമായിട്ടും ആ ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരാളും പോകാവൂ. കാരണം നമ്മുടെ ജീവിതത്തിലെ ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഒരുവിധം സംശയങ്ങൾക്ക് എല്ലാം പരിഹാരം ഈ ഡിസ്പ്ലേയിലുണ്ട്. അത് കാണുക, അത് ഉപയോഗപ്പെടുത്തുക. ആരെങ്കിലും തിരക്കുണ്ടെങ്കിലും കുറച്ചു നേരം കണ്ടിട്ട് പോവുക. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകുമ്പോഴേക്ക് നിങ്ങളുടെ റിസൾട്ട് റെഡിയാവും. ആ റിസൾട്ട് വളണ്ടിയേഴ്സ് മുകളിൽ കൊണ്ടുതരും. അത് വെച്ചിട്ട് പിന്നീട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ റിസൾട്ടിൽ നോർമൽ കാറ്റഗറി ആണെങ്കിൽ ആളുകൾക്ക് ഇത് കണ്ടിട്ട് തിരിച്ചു പോവാം. അതല്ല അതിലത്ത് കുറച്ചെന്തെങ്കിലും വാല്യൂസ് കൂടുതൽ കാണുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അതിനുള്ള കൗണ്ടർ അവിടെ 2ാമത്തെ കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ പോയാൽ നമുക്ക് ബ്ലഡ് കൊടുത്താൽ മതി. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് സെക്ഷൻ അപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ കൗൺസിലിംഗ് സെക്ഷനിൽ ആളുകൾ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ, നമുക്ക് വേണ്ട ചികിത്സാ രീതികൾ, മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട കാര്യങ്ങൾ, ഇത് വളരെ വിശദമായിട്ട് അതിനും അവിടെ ഒരു ക്യാബിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടേ പോകാവൂ. അവിടെ നിന്ന് പിന്നെ ഡോക്ടേഴ്സിന്റെ പരിശോധന വേണമെങ്കിൽ ആ പരിശോധനയ്ക്ക് പിന്നീട് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഈ ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മുടെ ആദരണീയരായ ബ്ലോക്ക് പ്രസിഡന്റ് അവരുടെ എല്ലാ പിന്തുണയും ഇതിന് നമ്മുടെ അസോസിയേഷൻ കിഡ്നി രോഗത്തിന് വേണ്ടി തന്നു. അവരോട് വളരെ കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. പഞ്ചായത്തിന്റെ ഭാഗത്ത് നേരത്തെ സലീം സാഹിബ് നേരത്തെ അത് ഇടപെട്ടുകൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയങ്കര ആദരണീയരായ ബൻസീര ടീച്ചർ ഞങ്ങളോടൊപ്പം, ഞങ്ങളെ ഗ്രാമം, ഈ സൗദി നഗർ ഗ്രാമം ഒരു കിഡ്നി രോഗമുക്ത ഗ്രാമമായി ആദ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. അതിനുള്ള ശ്രമത്തിൽ ഞങ്ങളോടൊപ്പം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉണ്ടാവട്ടെ. അങ്ങനെ ഒരു സൗജന്യ ഒരു കിഡ്നി ഫ്രീ ഡിസീസ് ഗ്രാമമായി സൗദി മാറട്ടെ, അതും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ കൂടാതെ
ഈ ഇതിനു വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ ഈ അസോസിയേഷനും ഭാരവാഹികൾ വളണ്ടിയേഴ്സ് അവരോട് കടപ്പാട് അറിയിക്കുന്നു. എന്നെക്കളൊക്കെ ആദരണീയ ഷിഹാബ് തങ്ങൾ മർഹൂം അവരുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ ഡയാലിസിസ് സെന്റർ, അവരുടെ സ്റ്റാഫ്, അവരുടെ വാഹനം, അവരുടെ സകല സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. അവർ നേരത്തെ സമയത്തെത്തി എല്ലാ നിർദ്ദേശങ്ങളും നൽകി അവരോട് കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ കൂടി, നമ്മൾ ഈ ക്യാമ്പിൻ്റെ കൂടെ നമ്മുടെ ഒരു ബ്ലഡ് ഡയബറ്റിക് ചെക്ക്, ഷുഗർ അത്യാവശ്യമുള്ളവർക്ക് ഷുഗർ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാത്തവർക്കുണ്ടെങ്കിൽ അതിനുകൂടിയുള്ള ഒരു സംവിധാനം, ഒരു ക്യാബിൻ അവിടെ ഉണ്ട്. വേണ്ടവർക്ക് ഷുഗർ അറിയാനും ബ്ലഡ് ഗ്രൂപ്പ് അറിയാനും താല്പര്യമുള്ളവർക്ക് ആ ക്യാബിനും കൂടി ഉപയോഗപ്പെടുത്താം. അതൊരു പക്ഷേ നമ്മുടെ ഫോമിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, അത് അവിടെ ചോദിച്ചു മതി. എന്ത് ആവശ്യങ്ങൾക്കും വളണ്ടിയേഴ്സ് സാധാ സന്നദ്ധരാണ്. എന്ത് പ്രശ്നങ്ങൾക്കും ആവശ്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഏത് വളണ്ടിയേഴ്സിനെയും ബന്ധപ്പെടാം. നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാവരെയും ഇതിൽ പങ്കെടുപ്പിക്കുക. എത്ര ആളുകൾ വന്നാലും അസോസിയേഷന്റെ തീരുമാനം ആരോടും, ഇപ്പോൾ ഇവിടെ 150 പറഞ്ഞു, പക്ഷേ 151 ആൾ വന്നാലും അയാളോട് നോ പറയില്ല, അയാളെ ടെസ്റ്റ് ചെയ്തിട്ടേ വിടുകയുള്ളൂ. അവസരമുണ്ട്. അതുകൊണ്ട് വീടുകളിൽ എല്ലാവരും ചെയ്യുക. അത്യാവശ്യം ബന്ധുക്കളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ, കാരണം ഇതൊരു അറിഞ്ഞിടത്തോളം ഈ ടെസ്റ്റിന് തന്നെ നമ്മളെ പ്രൈവറ്റ് ലാബുകളിൽ 200-300 രൂപ റേഞ്ച് ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അത് തീർച്ചും സൗജന്യമായ ഒരു ഓപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തുക. നമുക്ക് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും വരാതെ ഇരിക്കാൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പണ്ടേ പഠിച്ചത് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഈ ഗ്രാമത്തിൽ, നമ്മുടെ സൗദി നഗറിൽ ഒരാളും ഡയാലിസിന് പോകാതിരിക്കട്ടെ, ആരുടെയും കിഡ്നി മാറ്റേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിർദ്ദേശങ്ങൾ മുന്നോട്ട് പോവാം. നന്ദി. അടുത്തതായി നമ്മൾക്ക് ആശംസ അറിയിക്കാൻ നമ്മുടെ പ്രിയങ്കരനായ നമ്മളെ മെമ്പറും എല്ലാമായ നമ്മൾ സലീം അവറുകളെ ക്ഷണിക്കുകയാണ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ എൻ്റെ പ്രിയ സ്നേഹിതൻ അധ്യക്ഷൻ കുട്ടിമോനെ, അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനിയായ നമ്മുടെ എല്ലാമായ ബ്ലോക്ക് പ്രസിഡന്റ് മിൻസിറ ടീച്ചർ അവറുകൾ, അതുപോലെ തന്നെ വേദിയിലുള്ള മറ്റ് വിശിഷ്ടാതിഥികൾ, അതിലൊക്കെ ഉപരി ഈ നമ്മുടെ എളിയ സ്ഥലം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ മെയിൻ മാനേജറും അതിൻ്റെ എല്ലാമായ രായിമാക്ക, അതിലൊക്കെ ഉപരി എൻ്റെ മുന്നിലുള്ള കാരണവന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതായാലും ഇനിയൊരു ആശംസാ പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, അതിനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. ഏതായാലും പ്രസിഡന്റ് എന്നോട് വ്യക്തിപരമായിട്ട് വളരെയധികം പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നെ അല്ല, ഇത് സംഘടിപ്പിച്ച നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അതിലൊക്കെ ഉപരി ഒരുപാട് ഇതിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് അംഗങ്ങളുണ്ട്. അവരൊക്കെ പ്രത്യേകം ഇത്രയും നല്ലൊരു സൗകര്യവും ഇത്ര നല്ലൊരു സെറ്റപ്പും ആക്കിയതിനെ പ്രത്യേകം ആശംസിച്ചിട്ടുണ്ട്. അതുതന്നെ നമ്മുടെ ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമായിട്ട്, ഏതായാലും മാസം മാത്രമായിട്ടുള്ളൂ നമ്മൾ ഇതിവിടെ രൂപീകരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇതുപോലുള്ള സ്വീകരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ കിഡ്നി രോഗങ്ങളെക്കുറിച്ചൊക്കെ ഇനി ഇവിടെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം ഈ രോഗം എങ്ങനെ വരാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ നബിൽ ഡോക്ടർ ഇവിടെ വിവരിച്ചത്. ഇത് നമ്മൾ കുറച്ചെങ്കിലും ഇത് കാണണം, ഈ രോഗം എങ്ങനെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് വരാതെ ആക്കുക എന്നുള്ളതാണ്. ഏതായാലും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ ഷെയ്ഖ് വളപ്പിൽ അവരുടെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും സംഗീതരായ ആദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ കിഡ്നി രോഗ ചെക്കപ്പിന് ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും പല രോഗങ്ങളും കേട്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കാർ കിഡ്നി രോഗങ്ങളുണ്ട്. നമ്മളെല്ലാവരും ബന്ധക്കാരും കൂട്ടുകാരും സുഹൃത്തുക്കളും കിഡ്നി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അത്രയും മാരകമായ ഒരു വെളിപ്പെടുത്തുന്ന ഒരു രോഗം തന്നെയാണ് കിഡ്നി രോഗം, ഇതിൽ സംശയമില്ല. ഏതായാലും നമ്മുടെ ഈ സൗദി നഗർ നിവാസികൾക്ക് അത്തരം രോഗങ്ങളിൽ നിന്ന് മുക്തം നേടാൻ ഈ ക്യാമ്പ് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സൗദി നഗർ അസോസിയേഷൻ്റെ പ്രഥമ
ഒരു കർത്തവ്യം എന്ന നിലയിൽ ഈ പരിപാടി വളരെ ഗംഭീരമായി ആണ് നടത്തപ്പെടുന്നത്. ഇതിന് ആർജവം കാണിച്ച ഇതിൻ്റെ അസോസിയേഷൻ കമ്മിറ്റിയോട് വീണ്ടും ആശംസ അറിയിക്കുകയാണ്. നല്ലൊരു ഇനിയും ഇതുപോലെ മനുഷ്യ സഹജമായ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ കമ്മിറ്റിക്ക് കഴിയട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഒരിക്കലും കൂടെ ആശംസിച്ചുകൊണ്ട് ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സൗദി നഗർ ഒരു കിഡ്നി രോഗ മുക്ത ഗ്രാമമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നല്ല ഒരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ ഡയാലിസിസ് സെന്ററിന്റെ രായകുട്ടിയാക്ക രണ്ടു വാക്ക് സംസാരിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, അതുപോലെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ സലീം അടക്കമുള്ള ആളുകൾ ഇവിടെ നീട്ടി പറയാൻ വയ്യ. കാര്യം എന്താ വെച്ചാൽ നമ്മൾക്ക് ചെക്കിംഗ് ആണ് ഇതിന് പ്രധാനം, പ്രസംഗമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഈ സൗദി നഗർ റെസിഡൻസ് അസോസിയേഷനെ സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ റെസിഡൻസ് അസോസിയേഷൻ ഗാനമേള നടത്താറുണ്ട്, മറ്റുള്ള പരിപാടികളൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇത്തരം ഒരു മനോഹരമായൊരു ക്യാമ്പ് സംഘടിപ്പിച്ച നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് ഉച്ചകണ്ഠം പ്രശംസിക്കുന്നു. ഇവിടെ ഇപ്പോൾ പ്രസംഗിച്ച നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചറടക്കം ഇവിടെ പ്രസംഗിച്ച ഡോക്ടർ നബീലടക്കം പറഞ്ഞു കിഡ്നി രോഗത്തിൻ്റെ മാരകമായ ഒരവസ്ഥ. ഇപ്പോൾ കിഡ്നി രോഗമില്ലാത്തൊരു സൗദി നഗരാണ് നിങ്ങൾ അങ്ങനെ ഉണ്ടാവണം ഞങ്ങളൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥന. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഒരു അനുഭവം പറയാം. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇന്നലെ ക്യാമ്പുണ്ടാവും. ഇന്നലെ ക്യാമ്പുണ്ടായി വളരെ തുള്ളിച്ചാടി നടന്നൊരു വളണ്ടിയർ. ഇതിനൊരു കാഠിന്യത്തെ പറ്റി പറയാം. ഒരു 35 വയസ്സായ ഒരു പ്രവർത്തകൻ, ഉമ്മർ എന്ന് പറഞ്ഞൊരു പ്രവർത്തകൻ, ഒരു വളണ്ടിയറായി വളരെ സജീവമായി നടന്നിരുന്നു. വളരെ സജീവമായി നടന്ന അവസാനം എല്ലാവരും കൂടി പറഞ്ഞ് എൻ്റെ നോക്കിക്കളഞ്ഞിട്ടുണ്ടായി, ഓൻ്റെ നോക്കി അടക്കമുള്ള ആളുകളുണ്ട്. 125 ഗ്രാമുള്ള കിഡ്നിയിൽ ആകെ 2 കിഡ്നികളിലായി 23 ലക്ഷം അരിപ്പകളുണ്ട്. 125 ഗ്രാമുള്ള ഒരു കിഡ്നിയിൽ 12 ലക്ഷം അരിപ്പകളും ഒരു കിഡ്നിയിൽ 13 ലക്ഷം അരിപ്പകളും, ഇപ്പോൾ ഒരു 10 ലക്ഷം 12 ലക്ഷം അരിപ്പ, മൊത്തം 23 ലക്ഷം അരിപ്പകൾ 2 കിഡ്നികളിലുണ്ട് എന്നാണ് വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞത് ക്ലാസ്സിലുണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള ആ ലക്ഷം അരിപ്പകളിൽ 90% പോയാലേ ചെറിയ വല്ല ലക്ഷണം കാണിക്കും. അപ്പോഴും ചെറിയ ലക്ഷണമേ കാണിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറയും, അല്ലെങ്കിൽ മുഖത്തോ കാലിലോ എവിടെയെങ്കിലും നീര് വരും, അല്ലെങ്കിൽ ശ്വാസ തടസ്സങ്ങൾ സംഭവിക്കും. എന്തെങ്കിലും ചെറിയ ഒരു ലക്ഷണം കാണണമെങ്കിൽ 90% കിഡ്നി പോകണം. അപ്പോഴേ അറിയുള്ളൂ. ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകം ഇപ്പോൾ ജലദോഷവും പനിയും പോലെ ഇത് വർദ്ധിച്ചു വരിക. ഇവിടെ ഡോക്ടറും നമ്മുടെ പ്രസിഡന്റും ഒക്കെ പറഞ്ഞു. നമ്മുടെ ഭക്ഷണ രീതി ഞങ്ങൾ 10 ദിവസം മാർച്ച് 1 മുതൽ മാർച്ച് 10 വരെ ഞങ്ങൾ ഈ വാഹനവും ഞങ്ങളുടെ സ്റ്റാഫും കർണാടകത്തിലായിരുന്നു. കർണാടകത്തിൽ 10 ദിവസം അവിടുത്തെ KMCC എന്ന് പറഞ്ഞ സംഘടന നടത്തിയ 10 ക്യാമ്പ് നടത്തി. മൈസൂർ സിറ്റിയിൽ 2 നടത്തി, ബാംഗ്ലൂർ സിറ്റിയിൽ 2 നടത്തി, മാണ്ഡ്യയിൽ നടത്തി, കൊടകിൽ നടത്തി, രാജ്പേട്ടിൽ നടത്തി. ഒക്കെ 10 ക്യാമ്പുകളാണ് അവിടെ. 10 ക്യാമ്പിൽ 1000 ചില്ലാനം ആളുകളെ ഞങ്ങൾ പരിശോധിച്ചു. അതിൻ്റെ ഒരു പുതുമ എന്ന് പറഞ്ഞാൽ 1000 ചില്ലാനം ആളുകൾ പോലും ഒരു കിഡ്നി രോഗിയെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. ഞങ്ങളിവിടെ 100 ആളെ പരിശോധിച്ചാൽ ശരാശരിയാണ് പറഞ്ഞത്. 100 ആളെ ഇന്നില്ലെങ്കിൽ നാളെ ഉണ്ടാവും, ഇന്നിവിടെ ഇല്ല, അടുത്ത ക്യാമ്പിലുണ്ടാവും, അതിൽ വേറെ ഉണ്ടാവും. അത് 100 ആളെ പരിശോധിച്ചാൽ ശരാശരി 3 ആളുകളെ ഞങ്ങൾ പുതുതായി കണ്ടെത്തും. പുതിയതായിട്ട് സാധാരണ ഒരു രോഗലക്ഷണം ഇല്ലാത്ത ഒരു 3 ആളുകളെങ്കിലും 100 ആളുകളെ കൂടുതൽ കണ്ടെത്താറുണ്ട് കേരളത്തിൽ. അപ്പൊ കേരളത്തിലാണ് ഈ 1000 ആളുകൾ പരിശോധിച്ചതെങ്കിലും 30 ആള് കിഡ്നി രോഗികളാണ്. കർണാടകത്തിൽ 1000 ആളെ പരിശോധിച്ചത് ഒരു നമ്മുടെ ലാബിലെ സിസ്റ്റർമാർ തന്നെ പറഞ്ഞു ഇവിടെ കിഡ്നി രോഗികളെ കണ്ടെത്താൻ പൂതിയായല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിതശൈലി ഒക്കെ ഇതിന് കാരണം വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ സിസ്റ്റം ഇവിടെ നബീൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ രോഗലക്ഷണങ്ങളാണെന്ന് ആ ഫോമത്തിന് അടയാളപ്പെടുത്തുന്നു, നിങ്ങളുടെ അളവും തൂക്കും. ഒരാൾ ഇത്ര കിലോ തൂക്കമുള്ള ഒരാൾ ഇത്ര അളവ് പാടുള്ളൂ, ഇത്ര നീളമുള്ള ആൾ ഇത്ര അളവ് പാടുള്ളൂ എന്നിട്ട് പ്രഷർ ചെക്ക് ചെയ്യും, യൂറിൻ ചെക്ക് ചെയ്യും. യൂറിൻ ചെക്ക് ചെയ്തിട്ട് ഇവിടെ ഡോക്ടർ നബീൽ വിശദീകരിച്ചത് പോലെ തന്നെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് രക്തം പരിശോധിക്കും. അതിന് രക്തം പരിശോധിക്കുന്നവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നല്ല ഇതിനർത്ഥം. ഇപ്പൊ കിഡ്നിയിൽ കല്ലുണ്ടാവാൻ രക്തം പരിശോധിക്കണം. അതുപോലെ തന്നെ പ്രഷർ കൂടിയോലെ, ഷുഗർ കൂടിയോലെ, എയ്ജ് കൂടിയോലൊക്കെ രക്തം പരിശോധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ കൂടുതൽ കണ്ടുവരുന്ന രോഗം എന്താ വെച്ചാൽ എല്ലാവരും കാണുന്നത് ആൽബമിൻ എന്ന് പറയുന്ന മൂത്രത്തിൽ കൂടെ നമ്മുടെ പ്രോട്ടീൻ ശരീരത്തിൽ നിന്ന് ചോർന്നു പോകുന്ന രോഗമാണ് ആൽബമിൻ ചോർച്ച. ഡോക്ടർമാർക്കൊക്കെ അറിയാം. ആൽബമിൻ ചോർച്ച ഉണ്ടായാൽ
അത് ഭാവിയിൽ കിഡ്നിയെ ബാധിക്കും. അതാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക്. അങ്ങനത്തെ ആളുകളുടെ ബ്ലഡ് പരിശോധിക്കും, കിഡ്നിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയും. അങ്ങനെ വല്ല പ്രശ്നങ്ങൾ കണ്ടാൽ അവർക്ക് നമ്മൾ പിന്നെ മൂത്രത്തിൽ ആൽബുമിൻ കണ്ടാൽ നമ്മൾ യൂറിൻ പരിശോധിക്കും. അതിൽ ക്രിയാറ്റിനും അതുപോലെ തന്നെ യൂറിയ എന്ന് പറഞ്ഞാൽ കിഡ്നി ചുരുക്കി മലയാളത്തിൽ പറഞ്ഞാൽ കിഡ്നിയിലെ അഴുക്കുകൾ കുന്നുകൂടുന്ന വന്ന് കൂടുന്ന വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്തും. ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കൗൺസിലർമാർ വരും, അവർ കൗൺസിലിംഗ് കൊടുക്കും. അല്ലാത്ത ആളുകൾ വിദഗ്ധമായ ഡോക്ടർമാരുടെ പിന്നെ അങ്ങോട്ട് വിടും. ഡോക്ടറെ കാണണമെന്ന് പറയും. ആ മാസത്തിലൊരിക്കൽ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഞങ്ങളെ അവിടെ തന്നെ ഞങ്ങൾ അവിടെ വരുന്നുണ്ട്, അവിടെ വരും. അപ്പൊ ഞങ്ങൾ 250 ആളുകളെ സൗജന്യമായിട്ട് ഞങ്ങൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ. ഞങ്ങൾ 7 കൊല്ലം മുമ്പ് തുടങ്ങിയപ്പോൾ 20 പഞ്ചായത്തുകൾ ഞങ്ങൾ ചോദിച്ചു ആരെങ്കിലും ഡയാലിസിസ് ചെയ്യാനുണ്ടോ ചോദിച്ചപ്പോൾ അന്ന് 45 ആളുകൾ അപേക്ഷിച്ചു. സൗജന്യമാണ്. ഏറ്റവും ദരിദ്രരെ മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ. അന്ന് ആകെ അതിൽ നിന്ന് 21 ആളുകളെ കുറിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ആ 21 എന്നുള്ളത് 250 മാറി. അന്ന് 20-25 ബാക്കിയുള്ളത് ആ ആളുകളിൽ നിന്ന് 500-ൽ പരം ആളുകളായി മാറി. അതായത് അപേക്ഷ തന്ന് കാത്തിരിക്കുന്ന ആളുകൾ 500-ൽ പരമുണ്ട്. അപ്പൊ ഒരാളെ കടത്തിയാൽ അദ്ദേഹത്തെ ഒന്നുകിലും മരിച്ചിട്ട് മയ്യത്ത് മാറ്റി കിടത്തണം, എന്നാലേ വേറെ ആൾക്കാർ കയറി കിടക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അയാളെ കിഡ്നി മാറ്റി വെക്കണം. കിഡ്നി മാറ്റി വെക്കാനൊക്കെ വലിയ പ്രശ്നമാണ്, സാമ്പത്തികമായി വലിയ ചെലവാണ്. സാമ്പത്തികം ഉണ്ടായാൽ കിഡ്നി കിട്ടിയാൽ തന്നെ അതിന് ശരീരം ആ ബോഡി അതിന് സംഭവിക്കണം. ഇതുമായി ഒരുപാട് പ്രൊസീജിയറുണ്ട്. അപ്പൊ അതുകൊണ്ട് മാറ്റിവെക്കൽ അപൂർവമാണ്. ഞങ്ങൾക്ക് ഇന്നുവരെ ഒരു 250 ആളെ ചെയ്തക്കാലം വരെ 7 കൊല്ലത്തിനിടക്ക് ഞങ്ങൾക്ക് 9 ആൾക്ക് മാത്രം മാറ്റിവെച്ചത്. ആ മാറ്റിവെച്ച ആളുകളൊക്കെ സക്സസ് ആണ് എന്നത് വേറെ കാര്യം. അപ്പൊ ഞാൻ പറയുന്നത് ഇതിങ്ങനെ കൂടി വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്, ഇങ്ങനെ ലാബിനെ കുറിച്ച് ആലോചിച്ചത്. മക്ക KMCC ഇങ്ങനെ ലാബ് സംഘടിപ്പിച്ചു തന്നു. ഞങ്ങളിപ്പോൾ 150-152 ക്യാമ്പായി. ഇന്ന് കൊറോണ ആയിട്ട് കുറച്ച് കാലം നിർത്തി വെച്ചിരുന്നു. ആ ക്യാമ്പിലൊക്കെ ഞങ്ങൾ ആളുകൾ, അപ്പൊ ഞങ്ങളിപ്പോ ചുരുക്കത്തിലൊരു ഈ ക്യാമ്പുകളിൽ നിന്ന് 1000-ഓളം ആളുകളെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. ഇങ്ങനെ കണ്ടെത്തുന്ന ആളുകൾക്ക് ചികിത്സിച്ചാൽ മാറും, മരുന്ന് കുടിച്ചാൽ മാറും. അപ്പൊ ഞങ്ങൾക്കിപ്പോൾ താല്പര്യം, ഞങ്ങൾ 250 ആളെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ആ 250 ആളുകളെ ഡയാലിസിസ് ചെയ്യാൻ ഒരു മാസത്തിൽ 38 ലക്ഷം ഉറുപ്പിക വേണം. എന്ന് പറയുന്നതിനേക്കാണ് ഏറെ ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ 150 ക്യാമ്പ് നടത്തി 1000-ഓളം ആളുകളെ കിഡ്നി രോഗത്തിലേക്ക് കടക്കുന്ന ആളുകളെ കണ്ടെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ സാധിച്ചു എന്ന് പറയുന്നതിനാണ് ഞങ്ങൾക്ക് ഏറെ താല്പര്യം. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. 38-40 ലക്ഷം ഉറുപ്പിക ഒരു മാസത്തിൽ ചെലവഴിക്കുന്ന, കോടിക്കണക്കിന് ഉറുപ്പിക ഒരു മാസത്തിൽ കൊല്ലത്തിൽ ചെലവഴിക്കുന്ന അതിനെ സഹായിക്കണം, അതിനടുത്തറിയണം എന്ന് സഭയെ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ചെക്കിങ്ങുമായി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഡോക്ടറിനെ പറഞ്ഞു, പലരും 150 ആളെ ബുക്ക് ചെയ്താൽ 100 ആളെ ഉണ്ടാവുള്ളൂ അവസാനം. കാരണം എല്ലാവരും ഇപ്പൊ ഉണ്ടെങ്കിൽ, ടീച്ചർ പറഞ്ഞു ഉണ്ടെങ്കിൽ പിന്നെ അത് കണ്ടുപിടിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടില്ല, പിന്നെ നിന്നാൻ കഴിയുമോ, അങ്ങനെയൊക്കെ ആളുകളൊരു ചോദ്യം. അത് ഒരുപാട് വിശദമായി പറയേണ്ടതാണ്. നമ്മളിപ്പോൾ നല്ല തിരക്കുള്ള റോഡ് ആണ് മുറിച്ച് കിടക്കുമ്പോൾ പിന്നെ കണ്ട് മുറിച്ച് കിടന്നാൽ മതിയല്ലോ. ഞാൻ വണ്ടി തന്നെ കാണൂലല്ലോ. വരുന്നത് പോലെയാണ് ഇത് കണ്ടെത്തിയാൽ പിന്നെ ബുദ്ധിമുട്ടാണ് എന്ന് പറയാം. കണ്ടെത്തിയാൽ ഒരു പേടിയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് കണ്ടെത്തിയാൽ അതിന് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. അക്കാര്യത്തിൽ കൊണ്ടൊരു ശിഹാബ് തങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ സംഘടിപ്പിച്ച സൗദി നഗർ റെസിഡൻസ് അസോസിയേഷനെ ഒരിക്കൽ കൂടി പ്രശംസിച്ചുകൊണ്ട് ഇതിനോട് പരമാവധി സഹകരിക്കുക. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിനെ സഹായിക്കുക. അസ്സലാമു അലൈക്കും. അടുത്ത 2 വാക്ക് സംസാരിക്കാൻ നമ്മൾ വൈദികാക്കാൻ ശ്രമിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഷറഫ്, അതുപോലെ തന്നെ നമ്മുടെ ഡയാലിസിസ് സെന്ററിന്റെ ഡയറക്ടർ രായൻകുട്ടി സാഹിബ്, അതുപോലെ മുഹമ്മദ് കാക്ക, ഷെയ്ഖ്, റഫീഖ്, മുഴുവൻ നാട്ടുകാര സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോൾ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞു, ആശംസകൾ കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പ് തുടങ്ങാൻ തന്നെ വളരെ സമയം വൈകിക്കഴിഞ്ഞു. അപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഏതായാലും 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും കൂടി ഇവിടെ കൂടിച്ചേർന്ന് ഒരു സൗദി നഗർ റെസിഡൻസ് അസോസിയേഷൻ രൂപീകൃതമാക്കി. അതിനുശേഷം 3 മാസങ്ങൾ കൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ വളരെ മുന്നോട്ട് പോയി. 3 മാസമായപ്പോഴേക്കും ഞാൻ ഇവിടുത്തെ 150ഓളം വരുന്ന കുടുംബാംഗങ്ങളെ മുഴുവൻ ആളുകളെ ഇന്ന് ഡയാലിസിസ്, അതായത് കിഡ്നി ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി എല്ലാവരും എത്തിയിട്ടുണ്ട്, എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതാണ് പ്രധാനം, മുഖ്യം. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.
അടുത്തതായി നമ്മൾ ഈ ഡയാലിസിസ് സെന്ററിലേക്കുള്ള ഒരു ചെറിയൊരു ഫണ്ട് കളക്ഷന്റെ ഒരു ഉദ്ഘാടനം എന്നുള്ളത് നമ്മളെ ഇബ്രാഹിക്ക ഒരു സംഖ്യയിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നന്ദി അറിയിക്കുന്നത് നമ്മളെ സുരേഷ് ചേട്ടൻ ഈ പരിപാടി ഈ ഉദ്ഘാടന സെക്ഷൻ നന്ദി അറിയിക്കുന്നതിന് നമ്മൾ സുരേഷ് ചേട്ടനെ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സൗജന്യ നഗർ റിസർവേഷൻ അസോസിയേഷന്റെ സൗജന്യ കിഡ്നി നിർണയ ക്യാമ്പാണ്. എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് രോഗമില്ലാന്ന് തെളിയിക്കണം. നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ സൗദി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ലോഗോ നിർമ്മിച്ചത് മീനങ്ങാത്തന്റെ മകൻ അസീബാണ്. അദ്ദേഹത്തിനൊരു മൊമെന്റോ നമ്മൾ നൽകുകയാണ് ഇപ്പോൾ. അത് നൽകുന്നത് വേങ്ങര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK സലീം അവരുകളാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് അസീബിനെ ക്ഷണിക്കുന്നു. അസീബ് പ്ലീസ്. മനോഹരമായ ഈ ലോഗോ നമുക്ക് വേണ്ടി സമർപ്പിച്ചത് മീരാഖാന്റെ മകൻ അസീബാണ്. അദ്ദേഹത്തിന് വേണ്ടി മൊമെന്റോ കൈമാറുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സെന്റർ കൊണ്ടോട്ടി സൗദി നഗർ റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റി നമ്മുടെ കിഡ്നി ചെക്കപ്പിന്റെ ആദ്യ ടോക്കൺ നമ്മുടെ പ്രോഗ്രാം അവിടെ ഔപചാരിക ഉദ്ഘാടനം അവിടെ പിന്നെ നിർവഹിക്കും. അതിനെല്ലാവരും സാന്നിധ്യത്തിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അപ്പൊ തൽക്കാലം നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അതിന് എല്ലാരും ഒന്ന് നിൽക്കില്ല. എല്ലാരും ഒന്ന് റെഡിയല്ലേ അഭ്യ? മൂത്രത്തിൽ പഴുപ്പുണ്ടായിരുന്നു. അല്ല, ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ്, ഞാൻ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും, അതായത് മൂത്രക്കടത്തിൽ അല്ല പഴുപ്പ് അങ്ങനെയല്ലോ. പാതലുണ്ടോ മൂത്രത്തിൽ? മൂത്രയ്ക്ക് അതെ. അല്ല, നമ്മൾ കൂടുതലായിട്ട് വ്യക്തമായി
രാത്രിയിൽ കൂടുതൽ മൂത്രമൊക്കെ ഒരു 4-5 എത്ര അതൊക്കെ എത്ര പ്രാവശ്യം
കേരളത്തിലെ പ്രഗത്ഭനായ നെഫ്രോളജിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും വീഡിയോകളൊക്കെ കൃത്യമായി ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ഒട്ടുമിക്ക ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് എന്തുണ്ടാവില്ല, ഒന്ന് കേൾക്കാൻ പോലും സത്യത്തിൽ ഒഴിവുണ്ടാവില്ല. ഇങ്ങനെ ഒന്ന് ആ റിസൾട്ട് ഒന്ന് കിട്ടിയാൽ വേഗം പോകാമായിരുന്നു എന്നുള്ള വളരെ തിരക്ക്. റിസൾട്ട് അല്ല ഇവിടെ പ്രശ്നം. ക്യാമ്പുകളിൽ റിസൾട്ട് അനുകൂലമാവാം പ്രതികൂലമാവാം ഒക്കെ. പക്ഷേ ഈ രോഗം വരാതിരിക്കാൻ എന്താണ് ഈ രോഗം, എന്താണ് ഇതിന്റെ പ്രതിവിധികൾ എന്ന് കൃത്യമായി ഇവിടെ നിന്ന് വളരെ ക്ലിയറായി ആധികാരികമായി സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാണ്ടെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞു ആപ്പിളിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, ഈ ഫാസ്റ്റ് ഫുഡിന്റെ പുതിയ ഒരു ലോകം, ഹോട്ടലുകളുടെ പുതിയ ലോകം. ആ ഒരു ലോകത്തെ ഗുണഭോക്താക്കൾ ഈ വേങ്ങരയിലെ ഈ സൗദ്യ നഗരയിലെ ഈ ആളുകളാണ്, ഇവിടുത്തെ ചെറുപ്പക്കാരാണ്. ടർഫിലെ കളി കഴിഞ്ഞാലും ഫുള്ള് 10ാം ക്ലാസ്സിൽ ഫുള്ള് A+ കിട്ടിയാലും ഒക്കെ പുതിയ വിശേഷങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് ഫാസ്റ്റ് ഫുഡുകളിലേക്കാണ്. ആ ആളുകൾ തന്നെയാണ് ഈ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും നല്ല വിദഗ്ധന്മാരായ ഡോക്ടർമാർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. 1000 ഫീസ് കൊടുക്കാനും 1000 ടെസ്റ്റ് ചെയ്യാനും 1000 മരുന്നിന് വേണ്ടി ചെലവഴിക്കാനും നമുക്കൊരു പ്രയാസമില്ല. പക്ഷെ രണ്ടിന്റെയും ഗുണഭോക്താക്കൾ സാധുക്കളായ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന സാധുക്കളായിട്ടുള്ള ആളുകളാണ്. ഹോസ്പിറ്റലുകളിലും മരുന്ന് ഷോപ്പിലും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിലും ഹോട്ടലുകളിലൊക്കെ ഒരേ ആളുകളാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്ന് വെച്ചാൽ ഭക്ഷണം, ആ ഭക്ഷണ രീതികളിൽ സമൂലമായ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവണം. എന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ ഒരു പ്രയാസമില്ലാത്തടത്ത് നിന്ന് പുതിയ സാമ്പത്തികമായ പുരോഗതി നമ്മുടെ കുടുംബങ്ങളിലും വീടുകളിലൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ എന്തൊരു വലിയ ഭക്ഷണത്തിന്റെ ആളുകളായി മാറി. നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരു നിശ്ചയം നടക്കുകയാണെങ്കിലും ഒരു കല്യാണം നടക്കുകയാണെങ്കിലും സൽക്കാരം നടക്കുകയാണെങ്കിലും ഇനി മരണം നടന്നതിന്റെ ആണ്ടോ പരിപാടികൾ നടക്കുകയാണെങ്കിലും ബർത്ത്ഡേ നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വിവാഹ വാർഷികങ്ങൾ നടക്കുകയാണെങ്കിലും ഇന്ന് ആ മേശ, ഒരു വലിയ മേശ, ഇപ്പൊ ഇങ്ങനത്തെ ഒരു മേശ പോരല്ല നമ്മളെ വീട്ടിലൊന്നും. ഇങ്ങനെ ഇട്ടാൽ നമുക്ക് ഭക്ഷണം വെക്കാൻ കഴിയില്ല. ഒരു മേശയും കൂടെ ഇതുപോലത്തെ കൂട്ടി ഇങ്ങനെ ഇടണം അല്ലെ? ഇപ്പൊ അങ്ങനെയല്ല സിസ്റ്റം. കൂട്ടിയിട്ടാലേ നമ്മളെ മന്തിയും ബ്രോസ്റ്റും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിരിയാണിയും അതിൽ പിന്നെ കോഴി പൊരിച്ചതും കാട പൊരിച്ചതും മീൻ പൊരിച്ചതും അതിൽ ഐസ്ക്രീമും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള സവനപ്പിന്റെ കുപ്പിയൊക്കെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വെച്ച് കൊടുക്കാൻ കഴിയുള്ളൂ. ആ രീതിയിലേക്ക് ഇന്ന് മേശകൾ എന്ത് ചെയ്തു, മേശകൾ സൽക്കാര മേശകൾ എന്ത് ചെയ്തു വളരെ സജീവമായി മാറി എല്ലാ പാവപ്പെട്ടവന്റെ വീട്ടിലും. അപ്പോൾ ഒരു മേശയിൽ കൊള്ളാത്ത രീതിയിലേക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നമ്മുടെ ഓരോ ചെറിയ പരിപാടികളിലും കൈയടക്കിയപ്പോൾ നമ്മൾ അതിന്റെ എന്താ ഗുണഭോക്താക്കളായി മാറി. ഏത് നീരുള്ളവനും ഏത് ഷുഗറുള്ളവനും മന്തിന്റെ മുന്നിലെത്തുമ്പോൾ ഇന്നിപ്പോ ഇങ്ങനെയാണ് പോട്ടെ എന്നാ വിചാരിക്കാം. ഏത് ഇന്നിപ്പോ ഇങ്ങനെയാണ് പോട്ടെ, മാക്സിമം കഴിക്കും. നമ്മൾ കഴിക്കണം, നമ്മളെ പ്ലേറ്റ് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല സത്യത്തിൽ. പിന്നെ നമ്മളെ പ്ലേറ്റ് വെക്കാൻ സ്ഥലം ഉണ്ടാക്കില്ല. അത്ര വിഭവസമൃദ്ധമാണ് മേശ. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സമനപ്പൊക്കെ അവസാനത്ത് തുള്ളി കുടിക്കും. ഒറ്റ തുള്ളി ബാക്കി വെക്കും. ശ്രദ്ധിച്ചു നോക്കണ്ടി, അപ്പുറത്തുള്ളവനെ നോക്കിയാൽ മതി. ഒറ്റ തുള്ളി ബാക്കി വെക്കാതെ കുടിക്കും. നമ്മൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ പോയി, കൈ കഴുകിനോടത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു നല്ല ജിലേബി, അടിപൊളി മധുരമുള്ള ജിലേബി ഉണ്ട്, അതടിക്കും. പാക്കുണ്ടാവും, കാവെണ്ണം ഒക്കെ കഴിഞ്ഞ് മേലുണ്ടാവും, വായ്ക്കളെ കെട്ടി തൂക്കിയിട്ടുണ്ടാവും. അതിമൊന്ന് 2 എണ്ണം അതും അടിച്ച് മാക്സിമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വയറൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടിപ്പോ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്ന് എവിടെ വീട്ടിലെത്തിയ ഒന്ന് മയങ്ങരിഞ്ഞായി, പിന്നെ ഒന്ന് കിടക്കഴിഞ്ഞ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഭക്ഷണങ്ങൾ മാറി. ഇതൊരു ദിവസത്തെ കഥയല്ല, ഇത് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒന്നല്ല. ഒട്ടുമിക്ക ദിവസങ്ങളിലും നമ്മളെ ഭക്ഷണങ്ങൾ ഇങ്ങനെ. ഇനി വീട്ടിലാണെങ്കിലും മോശമില്ല, അത്യാവശ്യം കൂട്ടാനും ചേമ്പത്താണെങ്കിലും മീനാണെങ്കിലും മോരാണെങ്കിലും തൈരാണെങ്കിലും ഒക്കെ കൂട്ടി നാടൻ ഭക്ഷണമാണെങ്കിലും മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ഇവിടെയാണ് നമ്മൾ ആധികാരികമായ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവണമെന്ന് പറയുന്നത്. അധ്വാനിക്കുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം, വിയർത്ത് നല്ല കല്ലൊക്കെ അതുപോലെ തന്നെ മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലിക്കനുസരിച്ച് ചെയ്യാം. ഈ വാട്സപ്പിലൊക്കെ മേശിൽ പണിയെടുക്കുന്ന ആളുകൾ, അപ്പൊ ഞങ്ങൾ തോന്ന ആൾക്കാർ, അങ്ങനത്തെ ആളുകൾക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി. റസൂൽ 1400 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അര വയറാണ് ഭക്ഷണമെന്ന്. ആ ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ തിരിച്ച് നടക്കണം. അര വയർ ഭക്ഷണത്തിലേക്ക് നമ്മൾ തിരിച്ച് നടക്കണം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് വളരെ ആധികാരികമായി പറഞ്ഞ ശാസ്ത്രം പറയുന്നു, വളരെ കുറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റൂ, കുറച്ചിച്ച കഴിക്കാനാണ് പറഞ്ഞത്. അതായത് സമയമില്ല, വിശക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് കഴിക്കാം എന്ന് വെച്ചാൽ കിട്ടുന്ന സമയം പൂർണ്ണമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല. പല ഘട്ടങ്ങളിലായി കുറച്ചിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രമല്ല. റസൂല് പറഞ്ഞതും അതാ, അര വയറ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ കഴിക്കാറുള്ളത് അങ്ങനെയല്ല. നമ്മൾ മാക്സിമം എന്ത് ചെയ്തു, നല്ല ഭക്ഷണം കഴിക്കും. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ വയറ് നിറച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഗ്യാസിന് പോലും ഒന്ന് ഒരു ഇടം നമ്മൾ കൊടുക്കില്ല, വെള്ളത്തിന് പോലും ഒരു സ്ഥലം ഉണ്ടാവില്ല ആ വയറിൽ. ആ കോലത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലുകളിലേക്കുള്ള യാത്രകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്, കിഡ്നി രോഗത്തിലേക്കുള്ള യാത്രകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭക്ഷണ രീതികളിലെ ശൈലിയുടെ പ്രശ്നമാണ്.
അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അരവയർ ഭക്ഷണമാക്കി മാറ്റണം. പക്ഷെ കഴിയില്ല. ഈ മേശന്റെ മുന്നിൽ കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ അരവയറാക്കാൻ കഴിയില്ല. ഞാനല്ല, ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ കഴിച്ചു പോകും. ഇതിപ്പോ എങ്ങനെയാണ് പോട്ടെന്ന് വിചാരിക്കുക, ഇതിങ്ങനെയാണ് പോട്ടെന്ന് വിചാരിക്കുക. അങ്ങനെ എന്ത് ചെയ്യും? എല്ലാ ദിവസവും അങ്ങനെ അപ്പൊ കുറച്ച് കഴിക്കാൻ കഴിയില്ല. ആ ഒരു ശൈലിയിലേക്ക്, ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ മാറണം. അത് നല്ല അധ്വാനം. പഴയ ആ ശൈലിയിൽ നിന്ന് മാറ്റിയിട്ട് അരവയറാക്കുക എന്നുള്ളത് നല്ലൊരു അധ്വാനം. 2.5 ലിറ്റർ വെള്ളം ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കണം. ഡോക്ടർമാരൊക്കെ ഉള്ള പ്രദേശമാണ്. ഈ ക്ലാസ്സിൽ വളരെ കൃത്യമായി നിങ്ങൾ കേട്ടു. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം 2.5 ലിറ്റർ വെള്ളം നമുക്ക് വേണം. പക്ഷെ നമ്മൾ കുടിക്കാറില്ല. നമ്മൾ കുടിക്കും രാവിലെ പുട്ടിന്റെ കൂടെയുള്ള ഒരു ഗ്ലാസ് ചായ, ഉച്ചക്ക് ചോറിന്റെ കൂടെയുള്ള ഒരു ഗ്ലാസ് വെള്ളം, വൈകുന്നേരം ഉള്ളിവടന്റെ കൂടെയുള്ള ഒരു ചായ, രാത്രി ചോറിന്റെ കൂടെയുള്ള ഒരു ഗ്ലാസ് വെള്ളം. അതെന്തിനാണ്? കിഡ്നിക്കല്ല, ഈ ചോറ് ഇറങ്ങാൻ, ചപ്പാത്തി ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. പക്ഷെ ശരീരത്തിൽ 22 ലക്ഷം അരിപ്പകൾ, ഒരു കിഡ്നിയിൽ 11, മറ്റേ കിഡ്നിയിൽ 11, 100 കിലോമീറ്റർ ദൂരത്തിലെ അരിപ്പകളെ നീട്ടിവെച്ചാൽ എത്താൻ മാത്രം ഈ കിഡ്നിന്റെ ഉള്ളിന്റെ അറകളിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പടച്ചോൻ സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. അത്ര വലിയൊരു മെഷീനാണ് ഈ ശരീരത്തിലുള്ളത്. അത്ര വലിയ മെഷീനാണ്. അത് കേട് വന്നാൽ കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണ് അത് കേട് വന്നാൽ നിലനിർത്താൻ വേണ്ടി മരണം വരെ ഈ കിടത്തങ്ങൾ കണ്ടില്ല. ഡയാലിസിസ് സെന്ററിൽ കിടക്കുന്ന ഈ കിടത്തം, ഇത് ഈ രീതിയിൽ 246 പേരുണ്ട്. എല്ലാ വിഭാഗ ജാതി മതക്കാരുണ്ട്. 46ഓളം ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഈ ഒരു തണലിൽ ഈ ജീവന്റെ തുടിപ്പുകൾ നിലനിർത്താൻ വേണ്ടി ആ കട്ടിലിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കൊണ്ടോട്ടിയിൽ വരുമെങ്കിൽ അവിടെ വന്നിട്ട് ഞങ്ങളുടെ കോടങ്ങാട് ജുമാ മസ്ജിദിന്റെ തൊട്ടു പിറകിലെ ആ പച്ചപ്പാടത്ത് അതിമനോഹരമായ 4 നില കെട്ടിടത്തിൽ ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഈ സംവിധാനം കാണാം. അതിന്റെ 1ാം നിലയിൽ ഒന്ന് കയറി ജനലിന്റെ കർട്ടൻ ഒന്ന് നിങ്ങളെ കൈക്കൊണ്ട് തന്നെ ഒന്ന് നീക്കി അകത്തേക്ക് നോക്കിയാൽ മതി. ആ ജനൽ പാളികളിലൂടെ നിങ്ങൾ നോക്കുമ്പോ മലർന്നു കിടന്ന് ആകാശത്തേക്ക് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് കിടക്കണതിനെ കാണാം. വലത് കൈ ഡയാലിസിസിന്റെ പത്രികകൾക്ക് വേണ്ടി ഇങ്ങനെ നീട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇടത് കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടാവും. വിറയാർന്ന ചുണ്ടുകളില് ദിക്റുകള് പ്രാർത്ഥനകളായിട്ട് ഇങ്ങനെ പോവാ. അവർ പ്രാർത്ഥിക്കാം, റബ്ബേ ഞങ്ങൾക്ക് ഈ സൗകര്യം ചെയ്തു തന്നവരെ നീ അനുഗ്രഹിക്കണേ, അവർക്ക് റഹ്മത്ത് കൊടുക്കണേന്ന് ഇടതടവില്ലാതെ അവരിങ്ങനെ പ്രാർത്ഥിക്കാം. രോഗികളുടെ പ്രാർത്ഥന മറയില്ലാതെ പടച്ച റബ്ബ് കേൾക്കുമെന്നാണ് നമ്മുടെ പ്രത്യയശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനയിൽ ഒരു ഇടം കിട്ടാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദാനധർമ്മങ്ങൾ അപകടങ്ങളെ ചെറുക്കുമെന്നാണ്. ഇത്തരം രോഗങ്ങളെ തൊട്ട് കാക്കാനും ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുന്നത് വലിയ പുണ്യമായി മാറും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രോഗം ഈ കട്ടിലിൽ എത്തുക എന്നുള്ളത് വലിയൊരു പ്രയാസമൊന്നുമില്ല. വളരെ പെട്ടെന്ന് കഴിഞ്ഞാൽ, കാരണം അത്ര കൂടുതൽ ആളുകൾ ഈ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥന, ഒരാൾ പോലും സൗദി നഗറിലെ ടെസ്റ്റ് കഴിയുമ്പോൾ ഒരാൾ പോലും കിഡ്നി രോഗത്തിന്റെ തുടക്കക്കാരുണ്ടാവരുതേ എന്നാണ് പ്രാർത്ഥന. പക്ഷെ ഇന്നേ വരെ നടന്ന ടെസ്റ്റുകളിലൊക്കെ ഒറ്റ ടെസ്റ്റിൽ പോലും ഒരാൾ പോലും ഇല്ലാതിരുന്നിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആർക്കും തിരക്കാണ്, വളരെ തിരക്ക. ക്ലാസ് ഒന്നും കേൾക്കാൻ ഒഴിവുണ്ടാവില്ല. ഒക്കെ നിലക്കുമ്പോഴാണ് വരിക. പക്ഷെ എല്ലാവരും തിരക്കും മാറും, എല്ലാവരും ഓട്ടപ്പാച്ചിലുകൾ അവസാനിക്കും. ക്ലാസ് കേൾക്കും, കിഡ്നി എന്താന്ന് പഠിക്കും, കിഡ്നി രോഗം എങ്ങനെ വന്നു എന്ന് പഠിക്കും, എന്താണ് ഇനി അതിന് വരാതിരിക്കാൻ വഴിയെന്നൊക്കെ പഠിക്കും. ഇതിന്റെ ഒരു ലക്ഷണം എത്തുമ്പോൾ എല്ലാവരും തിരക്കും മാറും, എല്ലാ പത്രാസും അവസാനിക്കും, എല്ലാ ഓട്ടപ്പാച്ചിലുകളും നിൽക്കും. അപ്പൊ ഇങ്ങനെ മുന്നിൽ വന്ന് കയ്യിൽ നിന്ന് എന്തായിട്ടുണ്ടാവും? ഈ സംഗതി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് വരാതിരിക്കാൻ വന്നിട്ട് ചിലവരുടെ ചപ്പാത്തിക്ക് തിന്നൽ എപ്പോഴാണ്? ഷുഗറൊക്കെ വന്നതിന് ശേഷം തുടങ്ങാം ചപ്പാത്തിക്ക്. ചിലർ ധാരണ അങ്ങനെയാണ്, ഈ ചപ്പാത്തിയൊക്കെ തിന്നാണ് ഷുഗറിൽ വെൽക്കാന്നാ. അങ്ങനെയൊന്നുമില്ല. ഷുഗർ വരാൻ നിൽക്കേണ്ട ചപ്പാത്തി തിന്നാൻ ആദ്യം തന്നെ 2 ചപ്പാത്തിയിലേക്കും ഓട്സിലും ഫ്രൂട്ട്സിലേക്കൊക്കെ ഭക്ഷണത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് നല്ലതാണ്. ഷുഗർ കയറിയതിന് ശേഷം ചപ്പാത്തിക്ക് പോകണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വേണ്ട എന്നല്ല, അതിനു മുമ്പേ എന്ത് ചെയ്യാം ആവാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് രോഗം വരാതിരിക്കാനാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. 2.5 ലിറ്റർ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ നമ്മൾ കുടിക്കൂല. പക്ഷേ ഒരു കിഡ്നി രോഗിക്ക് വെള്ളം കുടിക്കാൻ പറയുമ്പോൾ ഈ മൂടി ഡോക്ടർമാരൊക്കെ ഉള്ള സ്ഥലമല്ലേ, ചോദിച്ചു നോക്കണ്ടേ ഒരു കിഡ്നി രോഗിക്ക് എത്ര വെള്ളം കുടിക്കണം? ഈ മൂടിയിൽ ഇങ്ങനെ തൊണ്ട നനക്കാൻ അങ്ങനെ കൊടുക്കും. അപ്പൊ നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം കിട്ടിയാൽ മുഴുവൻ കുടിക്കഴിഞ്ഞെന്ന് ഇങ്ങനെ തോന്നും. പക്ഷേ നിർവാഹമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ കുടിക്കാൻ കഴിയുള്ള അളവ്, കൃത്യമായ അളവ് പറയും രോഗിക്ക്, ഒരു മാർഗവുമില്ല. അതുകൊണ്ട് കൃത്യമായി 2.5 ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. കിഡ്നിക്ക് വേണം, നമ്മുടെ ശരീരത്തിന് വേണം. പക്ഷെ കൊടുക്കാറില്ല. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണം ഇറങ്ങാൻ വേണ്ടി നമ്മൾ കുടിക്കുക, അത് പോരാ. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരു കോപ്പ വെള്ളം, നല്ലൊരു കൈപ്പാട്ട വെള്ളം, നല്ല ഫ്രഷ് വെള്ളം രാവിലെ തന്നെ എഴുന്നേറ്റ് ഉടനെ തന്നെ പരമാവധി വെള്ളം കുടിക്കുക.
ഇനി വെള്ളം പച്ചവെള്ളം കുടിക്കുന്നവർക്ക് പ്രയാസമുണ്ടാവും ചിലവർക്ക്. അങ്ങനെയാണെങ്കിൽ തലേന്ന് എന്ത് ചെയ്യുക, തിളപ്പിച്ച് വെച്ചാൽ മതി. രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല തിളപ്പിച്ചാറിയ നല്ല വെള്ളം ഉണ്ടാവും. ആ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടാവും. അതെന്ത് ചെയ്യുക, പരമാവധി കുടിക്കുക. അത് കഴിഞ്ഞ് ഭക്ഷണം അടുത്തല്ല, ചപ്പാത്തി പുട്ടൊക്കെ ഉണ്ടാകുക നമുക്ക് രാവിലത്തെ പരിപാടി. അത് കഴിഞ്ഞാൽ ആ ഭക്ഷണം അരവയറ് ഭക്ഷണമാക്കാം. ഏത് ഭക്ഷണമെങ്കിലും അരവയറ് ഭക്ഷണമാക്കാം. വളരെ പ്രധാനം, ഭക്ഷണത്തിന്റെ കൂടെ ഒരു കാരണവശാലും വെള്ളം കുടിക്കരുത്, കൂടെ കുടിക്കരുത്. അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭക്ഷണത്തിന്റെ കൂടെയുള്ള വെള്ളം കുടിക്കാൻ പാടുള്ളൂ. നമ്മളെന്താ ചെയ്യുക, ഒരു ഉരുളക്കെട്ട അപ്പം തന്നെ വെള്ളം കുടിക്കുക. അങ്ങനെയാണ് ഒരു ശൈലിയാണ്. ശൈലി മാറ്റാനാണ് നമ്മൾ ഈ ക്ലാസ് പറയുന്നത്. അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അരവയറാണ് നമ്മുടെ ഭക്ഷണം. ഉച്ചക്കൊക്കെ പരമാവധി ടൈം പരമാവധി കീപ്പ് ചെയ്യും. പരമാവധി സ്ത്രീകളൊക്കെ പല ടൈമാണ്. ചില ദിവസം 12 മണിക്ക്, ചില ദിവസം 2 മണിക്ക് കുട്ടികളൊക്കെ കുളിപ്പിച്ച് പേരെ കുട്ടികളൊക്കെ ഉറക്കി, ചിലപ്പോൾ 3 മണി, ഭർത്താവ് വന്നിട്ട് ചിലപ്പോൾ 4 മണി. അതിനൊക്കെ പല കോലാണ്. അത് ഗ്യാസ് കയറി, അൾസറായി, പുണ്ണായി, ഇങ്ങനെ പല രീതിയിലേക്ക് രോഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളറിയില്ല എങ്ങനെ ഈ രോഗം വന്നത്. അതിന്റെ കാരണത്തിൽ പ്രധാനം ഒന്നും സമയനിശ്ചയമില്ല എന്നുള്ളതാണ്. പല സമയത്തുള്ള അവസ്ഥകളാണ്. ഭക്ഷണമാണ് നമ്മളെ മുഴുവൻ രോഗികളാക്കിയത് എന്ന് ചുരുക്കം പറഞ്ഞാൽ. അതുകൊണ്ട് അതിനൊക്കെ ഒരു ടൈമൊക്കെ വെക്കാം. അരവയറാണെങ്കിലും ടൈം വെക്കാം. എണ്ണക്കടികളെ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ ശ്രമിക്കണം പരമാവധി. ഉള്ളിവടകൾ പോലെ ഉണ്ടല്ലോ, പഴം പുഴുങ്ങിയതല്ല പറയുന്നത്, കോഴിമുട്ട പുഴുങ്ങിയതല്ല പറയുന്നത്, പഴം പൊരികൾ, അതുപോലത്തെ എണ്ണക്കടികൾ എന്താണെങ്കിലും പരമാവധി എന്ത് ചെയ്യണം, കുറക്കാൻ വേണ്ടി ശ്രമിക്കണം. എപ്പോഴാണ് ബ്ലോക്കൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഡോക്ടർമാർ പറയും ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം, 10 മിനിറ്റിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം, 1 ലക്ഷം രൂപ കെട്ടിവെക്കണം, വേറെ മാർഗമില്ല. അവിടെ ആ സമയത്ത് ഓപ്പറേഷൻ പറയും ചെയ്യും, ഓപ്പറേഷൻ ഒക്കെ ചെയ്യും, ഐസിയിലൊക്കെ കടന്ന് ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ കടന്ന് പൈസ ഒക്കെ ചെലവഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിവട കാണുന്നിടത്തോ പൊരി കാണുന്നിടത്തോ ഒന്നും നിൽക്കൂല. അതുവരെ നമ്മൾ ആര് പറഞ്ഞിട്ടും എന്തില്ല, കാര്യമില്ല, അങ്ങനെ ഒരു പോക്ക് ഇങ്ങനെ പോകും. അപ്പൊ അത് വരാതിരിക്കാനാണ് തുടക്കത്തിൽ ഈ സംഗതികൾ പറയുന്നത്. പരമാവധി എണ്ണക്കടികളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ചായ കുടിക്കുന്നവരൊക്കെ വളരെ ചുരുക്കി കൊണ്ടുവരാം, ചായനൊക്കെ ചുരുക്കി കൊണ്ടുവരാം. 4, 5, 10 ഗ്ലാസ് ഒക്കെ കുടിക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ ആദ്യം 3ലേക്ക് 2ലേക്കൊക്കെ ആക്കി അത്യാവശ്യമാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാൻ പറഞ്ഞില്ല. ശൈലിയിൽ ഒരു മാറ്റം കൊണ്ടുവരാം. നമ്മളിപ്പോഴത്തെ ഒരു പോക്ക്, ആ പോക്കിൽ നിന്ന് ഒരു പിടുത്തം പിടിച്ചിട്ട് ശൈലിയെ മാറ്റിയാൽ നമ്മുടെ ജീവിതത്തെ, ആരോഗ്യമുള്ള ഒരു ശരീരത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. മഗ്‌രിബ് ഇശാഇനിടയിൽ രാത്രി ഭക്ഷണം നിർബന്ധമായി കഴിച്ചിരിക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും, എന്ത് പരിപാടി ഉണ്ടെങ്കിലും മഗ്‌രിബ് ഇശാഇനിടയിൽ 7 മണി 8 മണിക്കിടയിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എല്ലാം ഭക്ഷണം കഴിക്കണമെന്നൊന്നുമില്ല. വളരെ കുറച്ച് ഫ്രൂട്ട്സോ ഓട്സോ 2 ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഇപ്പോൾ 10 മണിക്ക് ഭക്ഷണം കഴിച്ച് 10:15 10:30 കിടക്കണവരാണ് നമ്മൾ ഒട്ടുമിക്ക ആളുകളും. അതുകൊണ്ട് തന്നെയാണ് ഈ രോഗങ്ങൾ ഏറെക്കുറെ നമ്മുടെ ശരീരത്തെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ആ ശൈലിയിൽ നിന്ന് മാറുമ്പോൾ കുറച്ച് 2-3 ദിവസം ഒരു ഇടങ്ങറുണ്ടാവും. ഇത് 7 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു 10 മണിക്ക് കിടക്കുമ്പോൾ ഭയങ്കര വയറ്റിൽ ഇങ്ങനെ കാളിച്ചേ ഉറക്ക് കിട്ടൂല. 11 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കേ വരില്ല. കാരണം എന്താണ്, ആ ശൈലി കണ്ട് മാറാൻ ഒരു 3-4 ദിവസങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, 7 മണിക്ക് ഭക്ഷണത്തിലേക്ക് നിങ്ങൾ മാറും. പിന്നെ അങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു കൊടുത്ത്, ഭക്ഷണത്തിന്റെ കൂടെ കുടിക്കരുത്, അല്ലാത്ത സമയത്ത് ഫ്രൂട്ട്സോ ജ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പോവാം. അപ്പൊ എന്ന് വെച്ചാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്ത് ഭക്ഷണമാണെങ്കിലും കൃത്യമായ നിയന്ത്രണം നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കൊരു രോഗമില്ലാത്ത ശരീരത്തെ കൊണ്ടെത്താൻ കഴിയും. മാത്രമല്ല, ഇത്തരത്തിലുള്ള കിഡ്നി രോഗങ്ങളെ തൊട്ട് അതുപോലെ മറ്റു രോഗങ്ങളൊക്കെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു സുരക്ഷിത ഉണ്ടാക്കാൻ കഴിയും. വേറെ മാർഗമില്ല, വേറെ ഒരു മാർഗമില്ല. ഇത് വന്നു കഴിഞ്ഞാൽ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒന്നുകിൽ കിഡ്നി നല്ലത് ഡയാലിസ് ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്നെ മരണം വരെ ഡയാലിസ് ചെയ്യുക എന്നുള്ളതാണ്. ആ കട്ടിലിലേക്ക് പോകാതിരിക്കാൻ, അവിടേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ സൗദി നഗറിലെ പൊതുപ്രവർത്തകന്മാർ ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. അവർക്കൊന്നും കിട്ടിയിട്ടല്ലല്ലോ. അവർക്കിപ്പോ ഒരു തെരഞ്ഞെടുപ്പോ വോട്ടോ കാര്യങ്ങളോ നിങ്ങളൊക്കെ അവിടെ സംഘടിപ്പിച്ച് ഇപ്പൊ തൽക്കാലം ഒരു ആവശ്യമുണ്ട്, ഒന്നുമില്ല. പക്ഷെ ആരോഗ്യ മേഖലകളിൽ അവർ നിർവഹിക്കേണ്ട, ഒരു പൊതുപ്രവർത്തകർ നിർവഹിക്കേണ്ട ബാധ്യതയാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത്. അത്ര വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഈ രോഗം. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഒരു മുൻകരുതൽ ഈ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാനും, അഥവാ എന്തെങ്കിലും ഇതിന്റെ തുടക്കം ലക്ഷണമുണ്ടെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഈ രോഗത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഉണ്ടാവണമെന്നും, പ്രത്യേകിച്ച് അവിടെയുള്ള രോഗികൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും ഇത് സംഘടിപ്പിച്ചവർ വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല, നിങ്ങളെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ അവർക്കും ഇടം നൽകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, തിരക്കുകളില്ലെങ്കിൽ നമ്മുടെ ജീവനാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ആരോഗ്യമാണ്. എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇനിയും പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക. നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.
അദ്ദേഹം പറഞ്ഞ പോലെ QR കോഡ് ആവശ്യമുള്ള ആളുകൾ വാങ്ങുക, സൂക്ഷിക്കുക. നമ്മളിപ്പോൾ റിസൾട്ട് ഇങ്ങനെ വായിക്കുകയാണ്. റിസൾട്ട് കൊണ്ട് അവിടെ ഇരിക്കാൻ വയ്യാത്തോടെ ഞാൻ അദ്ദേഹത്തിന് ഇങ്ങോട്ട് പോകുന്നത്. കാരണം വെച്ചാൽ ഇതിപ്പോൾ നിങ്ങളെ കിഡ്നി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു പെരുന്തിരക്കാണ്. സാധാരണ പിന്നെ ഒരു വർക്കാനുണ്ട്, ചെമ്പിലില്ലാത്ത ചൂട് മൂടിക്ക് ആവശ്യമുണ്ടോ ഇല്ല. നിങ്ങളെ കിഡ്നി നോക്കാൻ നിങ്ങൾക്ക് താല്പര്യം, ഞങ്ങൾക്ക് താല്പര്യം അവനാൻ്റെ കിഡ്നി ഉണ്ടോ നോക്കാനാണ്. കിഡ്നി പോയാണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇതുവരെയും കൂടെ പറഞ്ഞത് ഇവിടെ വിവരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിനു വേണ്ടി 1 മണിക്കൂർ നമ്മൾ മൂത്രം കൊടുത്താൽ അത് പരിശോധിച്ചാൽ ചില ആളുകളുടെ ബ്ലഡ് പരിശോധിക്കേണ്ടിട്ടുണ്ട്. ബ്ലഡ് പരിശോധിക്കാൻ വേണ്ടി വിളിച്ച ഒരൊറ്റ മനുഷ്യനും അള്ളാൻ്റെ തോപ്പിക്കൂടി കൂടി ഇവിടെ ഇല്ല. എല്ലാവരും പേരേന്ന് വിളിച്ചു കൊണ്ടതില്ല സംഘാടകർ. അപ്പോൾ അതിന് പോലും ഒരു പിന്നെ നമുക്ക് ഒരു സമയമില്ല എന്ന് ഞാൻ അത്രമാത്രം വേദന നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് ഇവിടെ റിസൾട്ട് പിന്നെ ഇത് വായിക്കാൻ കൊടുക്കുകയാണ്. ആരും വണ്ടിയുടെ ആരെങ്കിലും ഒരാൾ വന്നാൽ ഇത് വാങ്ങിക്കൊടുക്കാൻ. ഒന്ന് സിദ്ദീഖ് ഇപ്പോൾ വിളിക്കുന്നതൊക്കെ നോർമലാണ്, പ്രശ്നമൊന്നുമില്ലാത്ത ആളുകളാണ്. ഇതൊന്ന് പിന്നെ ഇവർക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ക്ലാസ് കേൾക്കാം, അത്യാവശ്യമുള്ളവർക്കാണെങ്കിൽ പോകാം. സിദ്ദീഖ് പിന്നെ ടോക്കൺ നമ്പർ 3 അബ്ദുൽ അസീസ് ഉള്ളര കത്ത ആളങ്ങര കത്ത് ടോക്കൺ നമ്പർ 7 ഉള്ളര കത്ത്. മജീദ് പി മുല്ലമ്പൽ മുജീബ് അഞ്ചുകണ്ടൻ, മുസ്തഫ നെല്ലാന്തൊടിക. ഇത് പുതിയ കുട്ടികളെ മലയാളമാണ്. അവിടെ വായിക്കാൻ കുറച്ച് പുതിയ കുട്ടികളൊക്കെ മലയാളം ഇത് അങ്ങനെ ചിത്രം വരക്കണം വായിക്കണം. എല്ലാവർക്കും അറിയാം. ഐഹാനത്ത് ടോക്കൺ നമ്പർ 10. ഇതൊക്കെ നോർമലാണ്. ഖദീജ ടോക്കൺ നമ്പർ 26. ഖദീജ. അലവി CP ടോക്കൺ നമ്പർ 20. ഇപ്പോൾ വായിക്കണൊക്കെ നോർമൽ കേസാണ്, പ്രശ്നമൊന്നുമില്ല. സെയ്തലവി വടക്കൻ. ഹംസക്ക് ടോക്കൺ നമ്പർ 28. അബ്ദുറഹ്മാൻ നാർപ്പുല. ഫൈസൽ നെല്ലാണ്ട് തൊടിക 18. അസീസ് 21 ടോക്കൺ നമ്പർ. മിനി പുളിക്കൽ ഹൗസ് നോർമലാട്ടോ. മുഹമ്മദിന് ടി വി മുഹമ്മദിന് ടോക്കൺ നമ്പർ 22. കുഞ്ഞേ അഞ്ചുകണ്ടൻ 19. ഫാത്തിമ കൊമ്പൻ ടോക്കൺ നമ്പർ 43. മുഹമ്മദ് മീരാൻ അവിടെ നിങ്ങൾക്കില്ല ഇതുവരെ വിളിച്ചുകൊണ്ടൊന്നുമില്ല. ആ ഒരാൾ ഹുസൈൻ കെ ഹുസൈൻ ഫൈസൽ NP നാർപ്പുല. മുഹമ്മദ് ലബി പുല്ലമ്പലം. ഹംസ കാപ്പൻ. കോയാമോ ടോക്കൺ നമ്പർ 5. ആരാണ്? ഒന്ന് അങ്ങോട്ട് പറയാം. സുലൈക്ക PP അതിന്റെ ബാക്കിലുണ്ട്. ബാത്റൂമൊക്കെ പോണോടത്തുണ്ട് സാറ് ഇരിക്കുന്നു. സുലൈക്ക PP 44. ഇതൊന്ന് കൗൺസിലിങ്ങിനുണ്ട്. മറിയാമോ കൊമ്പനാണ്. ആ കൗൺസിലിംഗ് ആട്ടോ അത്. മുഹമ്മദ് ഇബ്രാഹിം പൂവത്ത് പറമ്പിൽ. സമീറ വളപ്പിൽ. അബ്ദുറഹ്മാൻ P. അബ്ദുറഹ്മാൻ റമ്പിൽ.
ഇനി ബാക്കിയുള്ളത് ആയിട്ട് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കട്ടോ. അവിടെ ആള് വിളിക്കും. അങ്ങനെ 30 വർഷത്തോളം മെഡിക്കൽ കോളേജിൽ കിഡ്നി വിഭാഗത്തിൽ ജോലി ചെയ്തതിനു ശേഷം ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് നെഫ്രോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. കഴിഞ്ഞ 30-40 വർഷമായി വൃക്ക രോഗികളെ നിരന്തരം ശുശ്രൂഷിക്കുകയും ഡയാലിസിസ് ചെയ്യുകയും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുകയും അവരുടെ ജീവിത ആരോഗ്യ സൗഖ്യങ്ങളെപ്പറ്റി നിരന്തരമായി പഠിക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ വൃക്കരോഗങ്ങൾ വളരെ അധികമാണ്. 100 പ്രായമുള്ള വ്യക്തികളെ എടുത്താൽ അതിൽ 13 പേർക്കും അവരെ അറിയാതെ തന്നെ വൃക്കരോഗം ഉണ്ടെന്നാണ് അഖില ലോക ഹെൽത്ത് അസോസിയേഷന്റെ വിവരക്കണക്ക്. നമ്മൾ ചോദിക്കാം, വൃക്കരോഗം കൊണ്ട് എന്താ കുഴപ്പം? വൃക്കരോഗം വന്നാൽ മരണം സുനിശ്ചിതമാണ്. വൃക്കകൾ എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോഡി അവയവങ്ങളാണ്. ശരീരത്തിലെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ മുഴുവൻ സുഗമമായി നടത്തുവാൻ വേണ്ടി ആന്തരിക പരിതസ്ഥിതി എപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഈ വൃക്കകളാണ്. നാം അറിയാതെ 24 മണിക്കൂറും ശരീരത്തിലെ രക്തം മുഴുവൻ 20-ലധികം പ്രാവശ്യം ശുദ്ധി ചെയ്ത് രക്തം എപ്പോഴും നല്ലതാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന കടമയാണ് വൃക്കകൾ. കൂടാതെ വൃക്കകൾ